ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മേയും മൈറ്റുമാണ്. നമ്മളൊരുപാട് ഓക്സിലറി ഡിസ്കസ് ചെയ്തു അല്ലേ? കാണാത്തവർക്കായിട്ട് വീഡിയോയിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും മുന്നത്തെ എല്ലാ വീഡിയോസും കാണണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേ മൈറ്റ് എന്നാണ്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം ഓക്സിലറി ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിപ്പോസിഷൻ വേർഡായ ഓരോരോ വേർഡ്സും യൂസ് ചെയ്തുകൊണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പം നമ്മളെ ഈ ഒരു ചാനൽ എല്ലാവരും പരമാവധി യൂസ്ഫുൾ ചെയ്യുക. ഓക്കെ, ബിഗിനേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാനലാണ്. അപ്പോൾ ഈ മേ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ഏറ്റവും നമ്മൾ യൂസ് ചെയ്യുന്നത് പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. ക്യാൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പെർമിഷൻ ചോദിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളും ഒന്നും കൂടി ബെറ്ററായി തോന്നുന്നത് മേ യൂസ് ചെയ്തുകൊണ്ട് പെർമിഷൻ ചോദിക്കുന്നതാണ്. എങ്ങനെയാണ്? ഇപ്പം നമ്മളൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ, ഒരു മാനേജറോട് അല്ലെങ്കിൽ ക്ലാസ് റൂമിലെത്തിയ ടീച്ചേഴ്സിനോട് ഇവരോടൊക്കെ നമ്മൾ ഒരു അനുവാദം ചോദിച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറാറ് അല്ലേ. അപ്പോൾ നമ്മൾ പൊതുവായിട്ട് യൂസ് ചെയ്യാറുള്ള ഒരു സെൻറ്റൻസാണ് മേ ഐ കം ഇൻ. മേ ഐ കം ഇൻ, ഞാൻ അകത്തോട്ട് വരട്ടെ, അല്ലെങ്കിൽ ഞാൻ അകത്തോട്ട് വന്നോട്ടെ, ഞാൻ ആ വാതിലൊന്ന് അടച്ചോട്ടെ, ഞാൻ ആ വാതിലൊന്ന് അടച്ചോട്ടെ. നമ്മൾ ചോദിക്കാറില്ലേ ഇങ്ങനെ, മേ ഐ ക്ലോസ് ദാറ്റ് ഡോർ, മേ ഐ ക്ലോസ് ദാറ്റ് ഡോർ, ഞാൻ ആ വാതിലൊന്ന് അടച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ പൊക്കോട്ടെ, ഞാൻ പൊക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കും. മേ ഐ ഗോ. അതുപോലെ ഞാൻ ചോദിച്ചോട്ടെ. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരാളോട് ചോദിക്കണമെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് മേ ഐ ആസ്ക്, മേ ഐ ആസ്ക്, ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മളൊക്കെ എപ്പോഴും കേട്ട് വരുന്നതാണ്, നമ്മൾ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് ടീച്ചറോട് ഇപ്പോൾ ബാത്റൂമിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചോദിക്കാറ്? മേ ഐ ഗോ ടു ബാത്റൂം, മേ ഐ ഗോ ടു ബാത്റൂം, ഞാൻ ബാത്റൂമിലേക്ക് പൊക്കോട്ടെ. ടീച്ചേഴ്സിനോടൊക്കെ മക്കൾ ചോദിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് റൂമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം, ക്ലാസ് റൂമിൽ മാത്രമല്ല വേറെ എവിടെയെങ്കിലും നമുക്ക് ചോദിക്കണം. അപ്പോൾ ഒരാളോട് നമ്മൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിലോ മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ, മേ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ എന്നും കൂടി പൊളൈറ്റായി നമുക്ക് പറയാൻ പറ്റുന്നൊരു വേർഡാണ് മേ യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറില്ലേ, ഞാനതൊന്ന് കണ്ടോട്ടെ, ഞാനതൊന്ന് കണ്ടോട്ടെ, മേ ഐ സീ ഇറ്റ്, മേ ഐ സീ ഇറ്റ്, ഞാനതൊന്ന് കണ്ടോട്ടെ. നെക്സ്റ്റ്, ഞാനത് നോക്കട്ടെ, ഞാനത് നോക്കട്ടെ. എങ്ങനെ പറയും? മേ ഐ ലുക്ക് ഇറ്റ്, മേ ഐ ലുക്ക് ഇറ്റ്, ഞാനത് നോക്കട്ടെ. ഇനി ഞാനത് എടുത്തോട്ടെ, ഞാനത് എടുത്തോട്ടെ, മേ ഐ ടേക്ക് ഇറ്റ്, മേ ഐ ടേക്ക് ഇറ്റ്, ഞാനത് എടുത്തോട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് മേ യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കേസ് എന്ന് പറയുന്നത് പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ട്, ഒരു സാധ്യത പറയാൻ. ഫോർ എക്സാമ്പിൾ, ഇന്ന് മഴ പെയ്തേക്കാം, ഇന്ന് മഴ പെയ്തേക്കാം. ഇറ്റ് മേ റെയിൻ ടുഡേ, ഇറ്റ് മേ റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്തേക്കാം. അതുപോലെ തന്നെ അവൾ തിരിച്ചു വന്നേക്കാം, അവൾ തിരിച്ചു വന്നേക്കാം അല്ലേ. ഒരു സാധ്യത നമ്മൾ പറയാറില്ലേ, ഷീ മേ കം ബാക്ക്, ഷീ മേ കം ബാക്ക്, അവൾ തിരിച്ചു വന്നേക്കാം. അതുപോലെ തന്നെ ഇനി ഇങ്ങനെ പറയുകയാണെങ്കിലോ, അവർക്ക് ഒരു സംശയവും ഇല്ലായിരിക്കാം, അവർക്ക് ഒരു സംശയവും ഇല്ലായിരിക്കാം. ഇവിടെ ഇല്ലായിരിക്കാം എന്നാണ്, അതായത് നമ്മൾ നെഗറ്റീവിലാണ് പറയുന്നത് അല്ലേ. നമുക്ക് നെഗറ്റീവിലുള്ളൊരു പോസിബിലിറ്റിയാണ് പറയുന്നത്. അവർക്ക് ഒരു സംശയവും ഇല്ലായിരിക്കാം എന്നാണ്. അപ്പം എങ്ങനെ പറയും? ഇവിടെ സബ്ജക്റ്റ് അവരാണ്, അതുപോലെ തന്നെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പം ദേ മേ നോട്ട് ഹാവ് എനി ഡൗട്ട്, ദേ മേ നോട്ട് ഹാവ് എനി ഡൗട്ട്, അവർക്ക് ഒരു സംശയവും ഇല്ലായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മേ യൂസ് ചെയ്യേണ്ടത്. പോസിബിലിറ്റി പറയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ മേ യൂസ് ചെയ്തുകൊണ്ട് പറയുന്നത്. അപ്പോൾ അത് നെഗറ്റീവിൽ പറയുകയാണെങ്കിൽ മേൻ്റെ കൂടെ ഒരു നോട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പെർമിഷനൊക്കെ ചോദിക്കുന്ന സമയത്ത് മേ യൂസ് ചെയ്തുകൊണ്ട് ചോദിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മൈറ്റ് എവിടെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. മേയുടെ പാസ്റ്റാണ് മൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൈറ്റ് നമ്മൾ പൊതുവായിട്ട് യൂസ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ പോസിബിലിറ്റി പറയാനാണ് നമ്മൾ മേ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അവിടെ നമ്മൾ എപ്പോഴും പോസിബിലിറ്റി കൂടുതലുള്ള കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് മേ തന്നെയാണ്. അവിടെ സാധ്യത കുറവാണ്, ഇപ്പം മഴ പെയ്യാൻ സാധ്യത കുറവാണ്. ചില സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, ഇന്ന് വൈകുന്നേരം മഴ പെയ്തേക്കാം, വലിയ മഴക്കാറൊന്നുമില്ല, മഴ പെയ്തേക്കാം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് മൈറ്റാണ്. ഇറ്റ് മൈറ്റ് റെയിൻ ദിസ് ഈവനിങ്, ഇറ്റ് മൈറ്റ് റെയിൻ ദിസ് ഈവനിങ്, ഇന്ന് വൈകുന്നേരം മഴ പെയ്തേക്കാം. അതുപോലെ തന്നെ അവൻ ഇപ്പോൾ പോയിട്ടുണ്ടായിരിക്കാം, അവൻ ഇപ്പോൾ പോയിട്ടുണ്ടായിരിക്കാം, ഒരു സാധ്യതയെ
നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ, സാധ്യത വളരെ കുറവാണ് എങ്കിലും അവൻ ഇപ്പോൾ പോയിട്ടുണ്ടായിരിക്കാം. എങ്ങനെ പറയും? ഹി മൈറ്റ് ഹാവ് ഗോൺ നൗ. ഹി മൈറ്റ് ഹാവ് ഗോൺ നൗ. അവൻ ഇപ്പോൾ പോയിട്ടുണ്ടായിരിക്കാം. ഇനി ഇങ്ങനെ പറയാണ്, അവൾ പരീക്ഷ പാസ്സായേക്കാം. അവൾ പരീക്ഷ പാസ്സായേക്കാം. ഇവിടെ നമുക്ക് മേയും മൈറ്റും യൂസ് ചെയ്തുകൊണ്ട് പറയാം. ഒരുപാട് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ, കൂടുതൽ സാധ്യത ഉണ്ടെങ്കിൽ അവിടെ മേ യൂസ് ചെയ്യാം. എന്നാൽ അവൾ പാസ്സാകാൻ കുറഞ്ഞ സാധ്യതയുള്ളെങ്കിൽ അവിടെ നമുക്ക് മൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഷീ മൈറ്റ് പാസ് ദ എക്സാം എന്ന് പറയാം. ഷീ മൈറ്റ് പാസ് ദ എക്സാം. ഇനി നമുക്ക് അവിടെ പാസ്സാവാനൊരു സാധ്യതയുമില്ല എന്ന് പറയണമെങ്കിൽ ഷീ മൈറ്റ് നോട്ട് പാസ് ദ എക്സാം എന്ന് നോട്ട് യൂസ് ചെയ്തുകൊണ്ടും പറയാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മേയും മൈറ്റും യൂസ് ചെയ്യേണ്ടത്. വലിയ വ്യത്യാസമൊന്നുമില്ല. മേ നമ്മൾ പെർമിഷൻ ചോദിക്കാനായിട്ടും പോസിബിലിറ്റി പറയാനായിട്ടും യൂസ് ചെയ്യുന്നു. അതിൻ്റെ പാസ്റ്റായിട്ട് നമ്മൾ മൈറ്റ് യൂസ് ചെയ്യുന്നു. മൈറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പോസിബിലിറ്റി കുറവുള്ള കേസിലാണ് നമ്മൾ മൈറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് സാധ്യത വളരെ കൂടുതലാണെങ്കിൽ അവിടെ നമ്മൾ മേ യൂസ് ചെയ്യുന്നു. വളരെ കുറവാണെങ്കിൽ നമുക്കവിടെ മൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മേയും മൈറ്റും യൂസ് ചെയ്യേണ്ട രീതി മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്സിലറി ഏകദേശം നമ്മൾ കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രിപ്പോസിഷൻ വേർഡുകളാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ലെസണ് കംപ്ലീറ്റും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള സാധാരണക്കാരായ ആളുകളിലേക്ക് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരി, താങ്ക്